ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബീഫ് ഫ്രൈ ആണ്. നമ്മൾ ഇതിന് മുമ്പേ ഞാൻ 3 ഇൻഗ്രീഡിയൻസിന്റെ ബീഫ് ഫ്രൈ ഉണ്ടാക്കി കാണിച്ചിരുന്നു. അതുപോലെ തന്നെയല്ല ഇത് വേറൊരു രീതിയിൽ. ഇത് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ കൂടരഞ്ഞി മമ്മിയുടെ ഒരു സ്പെഷ്യൽ സാധനം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ 1 കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു കുക്കറിനകത്തോട്ട് ഇടുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ആദ്യം ഇട്ടു. 10-25 ചെറിയുള്ളി തൊണ്ട് പൊളിച്ച് വെച്ചേക്കുക. അത് അരിയൊന്നും വേണ്ട കേട്ടോ, അങ്ങനെ തന്നെ ഇട്ടാൽ മതി. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ബാക്കി നമുക്ക് വേണം, അത് കുറച്ചിട്ടു. ഇത് വേകാൻ വേണ്ടിയിട്ടുള്ളതാണ്. പച്ചമുളകും പേസ്റ്റ് ആക്കിയത് ചതച്ച് വെച്ചത് കുറച്ചിട്ടു. പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കുക. പെരുംജീരകത്തിൻ്റെ പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ബീഫ് മസാല 1 സ്പൂൺ, 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഇങ്ങനെ കാണിച്ചെങ്കിലും നിങ്ങളുടെ എരിവിന് പാകത്തിന് വേണം നിങ്ങൾ ഇടാൻ കേട്ടോ. 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 തക്കാളി വെറുതെ ഇങ്ങനെ മുറിച്ചിട്ടാണ്, പാകത്തിന് ഉപ്പ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ബീഫിൽ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ. ഇനി കുറച്ച് വെളിച്ചെണ്ണയെ ഓക്കെ അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇതൊരു 1/2 മണിക്കൂർ അവിടെ ഒന്ന് ഇരുന്നാൽ നല്ലതാണ് കേട്ടോ. ഒന്നിരിക്കട്ടെ, 1/2 മണിക്കൂർ. 1/2 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. മൂടി വെച്ച്, വെള്ളം ഒന്നും ചേർക്കുന്നില്ല, അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങിക്കോളും. സ്റ്റൗ ഒക്കെ ഓൺ ചെയ്ത് ഒരു 3 വിസിൽ വരട്ടെ, എന്നിട്ട് വേവ് നോക്കാം. അതിനുശേഷം വെന്തില്ലെങ്കിൽ ഒന്നും കൂടെ അടുപ്പിക്കാം. ഒരു 4 വിസിലും മതിയായിരിക്കും, ഒത്തിരി വെന്ത് പോകരുത്. അതുകൊണ്ട് നോക്കാം, നമുക്ക് 3 വിസിൽ വരട്ടെ. കുക്കറിൽ 4 വിസിലൊക്കെ വന്നു, നോക്കാം എന്തായെന്ന്. ബീഫ് ഒന്ന് വെന്തോന്ന് നോക്കട്ടെ. ഓ, വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് മാറ്റി വയ്ക്കാം. ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചു. സ്റ്റൗ ഒക്കെ ഓൺ ചെയ്യാം. ചട്ടി ചൂടായിട്ടുണ്ടേ. എണ്ണ ഒഴിച്ചു കൊടുക്കും. 1.5 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അത് വേണം. തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്ത് മൂത്ത് വന്നപ്പം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണേ, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 സ്പൂൺ ഉണ്ടാവേ. നമ്മൾ ബാക്കി ഇരുന്ന നമ്മുടെ പച്ചമുളക് പേസ്റ്റും കൂടെ അതും ചേർത്ത്, കുറച്ച് കറിവേപ്പില, പിന്നെയും നമ്മുടെ ബീഫ് അങ്ങോട്ട് തട്ടിക്കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. അത് എരിവിന് ഇട്ടോ പാകത്തിന് കേട്ടോ. ഇതാ ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഗരം മസാല. ഗരം മസാല നമ്മൾ ഇപ്പോഴാണ് ഇട്ടത്. ഇനി നമ്മൾ ലാസ്റ്റാണ് നമ്മുടെ സവോള ഇടുന്നത് കേട്ടോ. ഈ സമയം കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മളൊരു 3 സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ സവോള ഒത്തിരി വഴന്ന് അങ്ങനെ പോകത്തില്ല. ഈ നമ്മുടെ ബീഫിൻ്റെ കൂടെ വെള്ളം വറ്റുന്ന ഒപ്പം തന്നെ ഇതും അങ്ങ് സെറ്റായി വരും. അപ്പോൾ നമുക്ക് നമ്മൾ വിളമ്പി എടുക്കുമ്പോൾ നമുക്ക് ആ ബീഫിൻ്റെ ഒപ്പം തന്നെ സവോളയുടെ പീസും ഇങ്ങനെ കിട്ടും. ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഉപ്പ് നോക്കണം കേട്ടോ. ഒരു പിഞ്ച് ഉപ്പും കൂടെ വേണം. ഇനി നമ്മൾ സവോള ഇട്ട് കൊടുക്കുക. 3 സവോള ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന. കുറച്ച് കറിവേപ്പിലയും കൂടെ. മൂടി വയ്ക്കൊന്നും വേണ്ട, ഇത് ഒന്ന് വഴണ്ട് വന്നോട്ടെ. കണ്ടോ, ബീഫ് ഫ്രൈ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏത് സമയത്തും എടുക്കാം എന്ന് പറഞ്ഞാൽ, ഇനി കുറച്ചും കൂടെ നന്നായിട്ട് അങ്ങനെ ആയിക്കൊണ്ടിരിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും പത്തിരിക്കും ചോറിനും ഒക്കെ പറ്റിയ ഒരു നല്ലതാണ്. നമുക്ക് കുറച്ച് മല്ലിച്ചപ്പിടാവേ. ഇത് ഇഷ്ടമുള്ളവരിട്ടാൽ മതി, അല്ലെങ്കിൽ കറിവേപ്പില ഇഷ്ടമെങ്കിൽ കറിവേപ്പില ഇട്ടോ. ഞാനിപ്പം ഇത് ഒരു ബീഫിന് നല്ലതാണ്. ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി മല്ലിച്ചപ്പിടുന്നത് നല്ലതാണ്, അതുകൊണ്ട് ഇട്ടാ കേട്ടോ. നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാം. ഒന്നും കൂടെ കണ്ടോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എരിവ് നോക്കിയാൽ മതി നമ്മുടെ പാകത്തിന് കേട്ടോ. നല്ലതാണ്. നമുക്ക് ആ എന്താ പറയുക, സവോളയുടെ കടിയില്ലേ, അതും ബീഫിൻ്റെ ഇതും കൂടെ ആവുമ്പോൾ നല്ല രസമാണ്. ആ വാടുമല്ലല്ലോ സവോള. ഒന്ന് വാടി വരുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തേക്കാം.
എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായമൊക്കെ പറ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.